ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇനി വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പെട്ടെന്ന് വന്ന ഒരു റിലേഷൻഷിപ്പിനിടയിൽ പെട്ടെന്നൊരു സൈലൻസ്, ഒരു മൗനം വന്നെങ്കിൽ ആ ഒരു മൗനത്തിന് പിന്നിലെ രഹസ്യം എന്താണ് അതിന് കാരണം എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ സിറ്റുവേഷൻസും എല്ലാം നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം കൊണ്ട് നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് ഞാനുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്ന ആ ഒരു സമയം തന്നെ സ്കിപ്പ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. ആരും ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാനായിട്ട് നോക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നോക്കുമ്പോൾ നമുക്ക് നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളും തമ്മിൽ ചിലപ്പോൾ സെപ്പറേഷനിലായിരിക്കാം, ഒരു നോ കോണ്ടാക്റ്റിലായിരിക്കാം. ഇനി നിങ്ങൾ റിലേഷൻഷിപ്പിൽ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന റിലേഷൻഷിപ്പാണ് എങ്കിൽ കൂടിയും നിങ്ങൾക്കിടയിൽ ആ പണ്ടത്തെ ഒരു വൈബ് വരുന്നില്ല, അല്ലെങ്കിൽ ഒരു സൈലൻസ് അവർ എല്ലാത്തിലും കീപ്പ് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് തോന്നുകയാണ്. അവർക്കൊരു മൗനമാണ് എല്ലാത്തിലും, ഒരു മാറി നിൽക്കുന്ന ഒരു അവസ്ഥ. അതൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു നമുക്ക് മൊത്തത്തിൽ ഈ ഒരു സ്പ്രെഡിന്റെ എനർജി ആദ്യമേ തന്നെ നമുക്ക് പറയാം, വലിയ സസ്പെൻസ് ഇടാതെ നമുക്ക് പറയാം. ഈ ഒരു മൗനം നിങ്ങളെ അവരുടെ ലൈഫിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അകറ്റി മാറ്റി നിർത്താനോ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കാനോ വേണ്ടിയിട്ടുള്ളതല്ല എന്നുള്ളൊരു കാര്യം. അപ്പം ഈ വ്യക്തി ചില കാര്യങ്ങളെ കുറിച്ചുള്ള ചിന്തകളിലാണ്. ആ ഒരു ചിന്തകളിൽ അവരിങ്ങനെ കുരുങ്ങിക്കിടക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പം അവര് സ്വയം ഒറ്റപ്പെടാനായിട്ട് തീരുമാനിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് അവരുടെ ഹെർമിറ്റ് കാർഡ്, അതുപോലെ തന്നെ 4 ഓഫ് സോർഡ്സ് വഴി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അവരുടെ മനസ്സിൽ കുഴപ്പങ്ങളുണ്ട്, വളരെ പ്രശ്നങ്ങളുണ്ട്, പഴയ പാസ്റ്റിലെ വേദനകളുണ്ട്, തീരുമാനമെടുക്കാനുള്ള ഒരു പേടിയുണ്ട്. ഇനി ഇപ്പോൾ ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് ഇനി ഒരു ഡിസിഷൻ എടുത്ത് നെക്സ്റ്റ് ലെവലിലേക്ക് പോകേണ്ട ആ ഒരു സമയമായിരിക്കാം. അപ്പം അതൊക്കെ അവരെ പേടിപ്പെടുത്തുന്ന ഈ ഡിസിഷൻ എടുക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ഇതെല്ലാം കാരണം സംസാരിക്കുന്നത് കുറച്ചാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് ഒഴിവാക്കി ഇരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങളോടുള്ള ഒരു ദേഷ്യമോ വെറുപ്പോ ഒന്നുമല്ല, സ്വയം അവരെ തന്നെ കണ്ടെത്താനായിട്ട് ശ്രമിക്കുകയാണ്, മനസ്സിലാക്കാനുള്ള ഒരു ശ്രമത്തിലാണ് എന്നുള്ളതാണ്. ഇതിൽ പിന്നെ വരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ വ്യക്തിയുടെ മനസ്സിൽ പല പല ചിന്തകളാണ് കുരുങ്ങിക്കിടക്കുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പ് തുടരണമോ എന്ന് വരെ അവർ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നുണ്ട്. എനിക്കിത് കൈകാര്യം ചെയ്യാനാകുമോ, ഞാൻ ഈ ഒരു റിലേഷൻഷിപ്പ് ഡിസേർവ് ചെയ്യുന്നുണ്ടോ, ഇതിന് തക്കതായ ഒരാളാണോ ഞാൻ എന്നൊക്കെ ഇവർ ചിന്തിക്കുന്നു. ഇങ്ങനെയുള്ളൊരു കൺഫ്യൂഷൻസ് ഇവരുടെ മനസ്സിൽ ഇങ്ങനെ വന്നു പോവുകയാണ്. ഒപ്പം ഇനി ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ ഒറ്റപ്പെടുമോ, എനിക്കെല്ലാം നഷ്ടപ്പെടുമോ, ചിലപ്പോൾ നമ്മൾ ഈ റിലേഷൻഷിപ്പിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ ഒരു പേഴ്സൻ്റെ അടുത്തേക്ക് പോകുന്നത് നമ്മുടെ ഫാമിലിയെ മാറ്റി നിർത്തിക്കൊണ്ടായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവർക്ക് വിലപ്പെട്ട കുറെ കാര്യങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടായിരിക്കാം ചിലപ്പോൾ അവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഡിസിഷൻ എടുക്കേണ്ടതായിട്ട് വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുറച്ച് ആളുകൾക്ക് ഓപ്പോസിറ്റ് നിന്നുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഡിസിഷൻ എടുക്കേണ്ടി വരിക. അങ്ങനെ ഡിസിഷൻ എടുത്ത് നിങ്ങളോടൊപ്പം പോകുന്നതിന് ശേഷം എല്ലാം അവർക്ക് നഷ്ടമാകുമോ, നിങ്ങളും അവരെ ഇട്ടിട്ട് പോകുമോ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒന്നും ഇല്ലാതാകും, അങ്ങനെയുള്ള ചിന്തകളൊക്കെ അവരെ പേടിപ്പെടുത്തുന്നുണ്ട്, അവരുടെ മനസ്സിനെ ഭയപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ്. അതൊക്കെ വളരെ ശക്തമായിട്ട് നമുക്കിവിടെ കാണാം. അതുകൊണ്ടാണ് അവരിങ്ങനെ മൗനം തിരഞ്ഞെടുത്തിരിക്കുന്നത്. തെറ്റായ വാക്കുകൾ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കോൺഫ്ലിക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായി എല്ലാം നശിപ്പിക്കുന്നതിന് പകരം അങ്ങനെ ഒരു പ്രവൃത്തി അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ, അല്ലെങ്കിൽ വാവിട്ട വാക്കുകൾ പറയേണ്ടതായിട്ട് വരുമോ എന്നൊക്കെ ഒരു പേടി അവർക്കുള്ളത് കൊണ്ട് അവർ സൈലന്റ് ആയിട്ട് നിൽക്കുന്നതാണ്. ഈ ഒരു മൗനം നോക്കിക്കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് മാറില്ല എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അവർ ഒരു സ്ലോ ആയിട്ടും പക്ഷെ ഷുവറായിട്ടും വരുന്ന ഒരു രീതിയിലുള്ള ഒരു പേഴ്സണാണ്. എന്ത് ഡിസിഷൻസും കാര്യങ്ങളും എടുത്തു കഴിഞ്ഞാൽ വളരെ സ്ലോ ആയിരിക്കും, പക്ഷെ അവരൊരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അത് ഷുവർ ആയിരിക്കും, അതിൽ നിന്ന് ഒരിക്കലും മാറില്ലാത്ത ഒരു വ്യക്തിയാണ് എന്നാണ്. അത്തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡുള്ള ഒരു വ്യക്തിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഒന്നും ഒരു ഉറപ്പില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനായിട്ട് അവർക്ക് യാതൊരു താല്പര്യവുമില്ല. അതിനെക്കുറിച്ച് തുടർന്ന് ചർച്ചകൾ നടത്തി മുന്നോട്ട് പോകുന്നതിനെക്കുറിച്ച് അവർക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പായതിനു ശേഷം മാത്രമേ അവർ അതിൽ മുന്നോട്ടൊരു ആക്ഷൻ എടുത്ത് വരികയുള്ളൂ എന്നാണ് നമുക്ക് ഈ ഒരു നൈറ്റ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജി എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പിന്നെ നമുക്ക് വരുന്നത് പേജ് ഓഫ് കപ്സ് വരുമ്പോഴത്തേക്കും, പേജ് ഓഫ് കപ്സ് നമുക്ക് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒത്തിരി ഫീലിങ്സ് ഉണ്ട് നിങ്ങളോട്, പക്ഷെ അത് പ്രകടിപ്പിക്കാനായിട്ട് അറിയില്ല, അല്ലെങ്കിൽ അറിയാവുന്ന വ്യക്തികളാണെങ്കിൽ അത് പ്രകടിപ്പിക്കാനായിട്ട് അവർ ഭയപ്പെടുന്നു എന്നാണ് കാണുന്നത്. എനിക്ക് തോന്നുന്നത് പറഞ്ഞാൽ ഇനി അതൊരു വേദനയായി മാറുമോ,
അല്ലെങ്കിൽ ഞാൻ എൻ്റെ റിയൽ ആയിട്ടുള്ള ഈ ഒരു രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാകുമോ, അല്ലെങ്കിൽ അവൻ തെറ്റിദ്ധരിക്കുമോ എന്നെ എന്നുള്ള ചിന്തകളൊക്കെ ഇവർ ഓരോ സമയത്തും സംസാരിക്കുന്ന സമയങ്ങളിലൊക്കെ, അതുകൊണ്ട് തന്നെ വളരെ ഒരു പിടിച്ച് അങ്ങനെ സംസാരിക്കുന്ന ഒരു വ്യക്തി, വലിയ ഫ്രീ മൈൻഡഡ് ആയിട്ടല്ല ഇവർ സംസാരിക്കുന്നതും ഇടപഴകുന്നതും ഒക്കെ. അപ്പം ഈ ഒരു സൈലൻസ് ഒരു മാനസിക ഭാരം ചുമക്കുന്ന ഒരു അവസ്ഥയായിട്ടാണ് അവർക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കാം അവര് സൈലന്റ് ആയിട്ട് ഇരിക്കുന്നു, അവര് ഓപ്പോസിറ്റ് സൈഡിൽ അവർ നല്ല ഹാപ്പി ആയിട്ട് പോകുന്നു എന്ന രീതിയിലായിരിക്കാം. പക്ഷെ അങ്ങനെയല്ല, അവർക്ക് മനസ്സിന് വളരെയധികം ഒരു ഭാരമുള്ളത് പോലെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. ജോലി, കുടുംബം, അതുപോലെ ഉത്തരവാദിത്തങ്ങൾ, പഴയ പാസ്റ്റിലെ എക്സ്പീരിയൻസ് എല്ലാം ചേർന്ന് അവർ ശരിക്കും മടുത്തിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ചിലപ്പോൾ ഈ ഒരു ഇവര് ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം, ഫാമിലിയിൽ നിന്നുള്ള കാര്യങ്ങൾ ഉണ്ടാകാം, ഫാമിലി കുറെ ഉത്തരവാദിത്തങ്ങൾ അവർക്ക് തീർക്കാനുണ്ടാകാം. അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു ഡിസിഷനും കാര്യങ്ങളും എടുക്കണം, പിന്നെ ഈ ഫാമിലിയിലുള്ളവരെ ഹാൻഡിൽ ചെയ്യണം, ഉത്തരവാദിത്തങ്ങളെല്ലാം നിറവേറ്റണം. അതോടൊപ്പം ചിലപ്പോൾ അവർക്ക് പാസ്റ്റിൽ കുറേ ട്രോമകൾ ഉണ്ടാകാം, ഒത്തിരി കഷ്ടപ്പെട്ടായിരിക്കും അവരിപ്പോൾ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ടാവുക. അപ്പൊ ഇതെല്ലാം അവരെ ഇങ്ങനെ മടുപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതിനിടയിൽ ഈ ഒരു ബന്ധം പോലും എനിക്കൊരു അധികമായിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ആകുമോ എന്നുള്ളൊരു പേടി ഇവർക്കുണ്ട്. അതാണ് ഇവർ സൈലന്റ് ആയിട്ടിരിക്കുന്നത്. അപ്പം പക്ഷെ അത് ഇമോഷണലി ഒരു ട്രോമാറ്റിക് ആയിട്ട് ആയിരിക്കില്ല, വളരെ ഒരു സ്ട്രെയിറ്റ് ആൻഡ് ക്ലിയർ ആൻഡ് പാർഷ്യൽ ആയിട്ടുള്ള ഒരു സംഭാഷണമായിരിക്കും ഈ ഒരു പേഴ്സൺ വീണ്ടും നിങ്ങളോട് സംസാരിക്കാനായിട്ട് വരുന്ന സമയത്ത് ഉണ്ടാവുക എന്നുള്ളതാണ്. നമുക്ക് ക്യൂൻ ഓഫ് സോഴ്സ് വഴി അതെ നിങ്ങളോട് വീണ്ടും അവർ സംസാരിക്കാൻ വരും എന്നുള്ളത് തന്നെയാണ്. ഇതിവിടെ എൻഡ് ആയി പോകുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ല. അപ്പോൾ ആ ഒരു വരുന്ന സമയത്ത് ഇമോഷണലി വളരെയധികം ഒരു ഡ്രാമാറ്റിക് ആയിട്ടുള്ള രീതിയിലൊന്നും അവർ സംസാരിക്കില്ല, വളരെ സ്ട്രെയിറ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് പ്രാക്ടിക്കലായിട്ട് പറയാനുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയും എന്നുള്ളതാണ്. അതാണ് ഈ ഒരു വ്യക്തിയുടെ ക്യാരക്ടറിന്റെ ഏറ്റവും ഒരു പ്രത്യേകതയായിട്ട് കാണുന്നത്. അപ്പൊ സത്യം തുറന്നു പറയുന്ന രീതിയിലുള്ള ഒരു സംഭാഷണം, ചിലപ്പോൾ അതൊരു വളരെ ഒരു സീരിയസ് ആയിട്ടോ ഒരു കഠിനമായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നാം, പക്ഷെ അത് ആവശ്യമുള്ള ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് തരും അവരുടെ ആ ഒരു സംസാരം. അപ്പൊ എന്തായാലും അവര് നിങ്ങളോട് സംസാരിക്കാനായിട്ട് വരും എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഈ ഒരു വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച് പോകില്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് വിലയില്ല എന്ന രീതിയിലൊന്നും നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. അതുപോലെ ഇവർ സ്വയം നിയന്ത്രിക്കാനും അവരുടെ ആശയക്കുഴപ്പം തീർക്കാനും എടുക്കുന്ന ഒരു ബ്രേക്ക് ആയിട്ട് വേണം നിങ്ങൾ ഇതിനെ കാണാനായിട്ട്. അപ്പോൾ അല്ലാതെ എന്നെ ഉപേക്ഷിച്ച് പോയി, ഞാൻ വെറും വേസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഞാൻ മോശക്കാരിയാണ്, ആ രീതിയിൽ ഒരു രീതിയിൽ നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്താതിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സെൽഫ് റെസ്പെക്റ്റ് എപ്പോഴും നിങ്ങൾ നിലനിർത്താനായിട്ട് ശ്രമിക്കാം. അവർക്ക് ആ ഒരു സൈലൻസിന് ശേഷം, ആ ഒരു ബ്രേക്കിന് ശേഷം അവർ നിങ്ങളിലേക്ക് തിരികെ വരും എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ഇവിടെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ഒരു ഓവർ തിങ്കിങ് അല്ലെങ്കിൽ ഒരു ഓവറായിട്ട് അവരുടെ പുറകെ ചേസ് ചെയ്ത് ചെല്ലേണ്ടുന്ന ഒരു സമയമല്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഒരു മെസ്സേജ് കോളൊക്കെ നിങ്ങൾ തുടരെ ഇങ്ങനെ ചെയ്യാതിരിക്കുക. അവർ സൈലൻസ് ഒരു ബ്രേക്ക് എടുക്കുകയാണ്, അവരെടുക്കട്ടെ. അവരുടെ ആ ഒരു സൈലൻസിനെ അല്ലെങ്കിൽ ആ ഒരു ബ്രേക്കിനെ നിങ്ങൾ റെസ്പെക്ട് ചെയ്യുക. ഇപ്പൊ തന്നെ എനിക്കൊരു ക്ലാരിറ്റി വേണം, ഇപ്പൊ തന്നെ എനിക്കൊരു മറുപടി വേണം എന്ന് പറഞ്ഞിട്ട് അവരെ ഫോഴ്സ് ചെയ്യാതിരിക്കുക. ആ ഒരു ആറ്റിറ്റ്യൂഡിൽ നിൽക്കാതെ അത് ഒഴിവാക്കുക. പിന്നെ ഒരു കാമായിട്ടിരിക്കാനായിട്ടും പേഷ്യൻസോട് കൂടി ഇരിക്കാനായിട്ടൊക്കെ നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ ഒരു ഇന്നർ സ്ട്രെങ്ത് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക. ഇമോഷണൽ ഡ്രാമാസ് ഒക്കെ ഒഴിവാക്കുക. നിങ്ങളുടെ വികാരങ്ങൾ അടിച്ചമർത്തണം എന്നല്ല ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്, പക്ഷെ ഒരു കൺട്രോൾ വേണം. ഒരു പ്രൊവോക്ഡ് ആവുന്നതിൽ ആ ഒരു രീതിയിലേക്ക്, അല്ലെങ്കിൽ ഒരു ഹാർഷ് വേർഡ്സ് ഉപയോഗിച്ച് നിങ്ങൾ അവരോട് ക്ലാരിറ്റിയോ കാര്യങ്ങളോ ഡിസ്കഷനോ ചെല്ലരുത് എന്നുള്ളതാണ്. എനിക്ക് ഹർട്ടായി, എനിക്ക് വേദനിച്ചു എന്ന് തെളിയിക്കാനായിട്ട് ശ്രമിക്കരുത്. ജസ്റ്റ് അത് നിങ്ങൾക്ക് വേദന ഉണ്ടായി എന്നുള്ള കാര്യം അത് അവർക്കും അറിയാം. നിങ്ങൾ ഇനി എടുത്തെടുത്ത് ഇങ്ങനെ പറഞ്ഞ് അവരെ അറിയിക്കാനായിട്ട് ശ്രമിക്കരുത് എന്നുള്ളതാണ്. പിന്നെ ഒരു ഇന്നർ സ്ട്രെങ്ത് നിങ്ങൾ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുക. ഒരു ശാന്തമായ രീതിയിൽ ക്വയറ്റ് ആയിട്ടൊരു സ്ട്രെങ്ത് നിങ്ങൾ നേടിയെടുക്കുക. അപ്പോൾ അതൊരു അട്രാക്റ്റീവായിട്ട് ഉള്ള രീതിയിൽ ആക്കിയെടുക്കാനായിട്ട് ശ്രമിക്കാം. പിന്നെ ഈ ഒരു സമയം ഒരു സെൽഫ് കെയർ വളരെയധികം പ്രധാനമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. നിങ്ങളുടെ പേഴ്സൺ ഒരു ബ്രേക്ക് എടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ മൗനത്തിലേക്ക് പോയിരിക്കുമ്പോൾ ഇപ്പോൾ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരിക്കാം, എപ്പോഴും നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്ന, നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരിക്കാം. അവർ പെട്ടെന്ന് നിങ്ങളിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മളെ തന്നെ കുറ്റപ്പെടുത്താനും ഒത്തിരി നമ്മുടെ എനർജി വളരെയധികം നെഗറ്റീവ് എനർജിയായി മാറാനും ഒക്കെ ഉള്ള ചാൻസ് ഉള്ള സമയമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ സെൽഫ് കെയർ വളരെയധികം പ്രധാനമാണ്. നിങ്ങളുടെ ഒരു റൊട്ടീന്, അതുപോലെ ഹെൽത്ത്, ജോലി, പഠനം ഇതിലൊക്കെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ സ്റ്റേബിൾ ആയിട്ട് ഒരു
ഗ്രൗണ്ട് സൃഷ്ടിച്ചെടുക്കാനായിട്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ ശ്രമിക്കുക. അത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, സാമ്പത്തികപരമായ കാര്യങ്ങൾ ആയിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ ഇമോഷണൽ പരമായ കാര്യങ്ങളിലാണെങ്കിൽ നിങ്ങളൊരു മെന്റൽ സ്റ്റെബിലിറ്റി നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ഇമോഷണലി സ്റ്റേബിൾ ആണെന്ന് കാണുമ്പോൾ അവർക്കൊരു ഗിൽറ്റ് ഫീൽ ചെയ്യില്ല, അവർക്കൊരു സെക്യൂരിറ്റി ആണ് ആ ഒരു സമയത്ത്, സെക്യൂർ ആയിട്ടാണ് അവർക്ക് തോന്നുക. ഇമോഷണലി നിങ്ങൾ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഇവരൊരു സൈലന്റ് അല്ലെങ്കിൽ ഒരു ബ്രേക്ക് എടുത്താലും അവർക്ക് ഒരു വിഷമം തോന്നാനുള്ള ഇടയില്ല, അവർ തിരിച്ചു വരുമ്പോഴാണെങ്കിൽ പോലും. അപ്പോൾ പിന്നെ ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് അവരിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ബ്രേക്ക് എടുത്തിരിക്കുന്നത്, അതിനെക്കുറിച്ചൊക്കെയാണ് അവർ ചിന്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ വീണ്ടും വീണ്ടും അത് ഫോഴ്സ് ചെയ്ത് ആ ഒരു ഡിസിഷൻ എടുക്കൂ എന്ന് ഇവരെ ഫോഴ്സ് ചെയ്ത് വളരെ നെഗറ്റീവായ ഒരു ഇതിലേക്ക് കൊണ്ടുപോകരുത്. ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കുക. ഇനി എനിക്കൊന്നും പറയാനില്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അവരുടെ മുന്നിൽ വെക്കാതിരിക്കുക. ഒരു സൈലന്റ് ബ്രേക്ക് ചെയ്യേണ്ടത് ആ ഒരു പേഴ്സൺ ആണ്, അവരാണ് ഈ ഒരു ബ്രേക്ക് എടുത്തിരിക്കുന്നത്, സൈലന്റ് എടുത്തിരിക്കുന്നത്. അത് ബ്രേക്ക് ചെയ്ത് നിങ്ങളിലേക്ക് വരേണ്ടത് അവരാണ്, നിങ്ങളല്ല. അപ്പൊ നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങളിൽ ഒരു സെറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുക. അവർ തിരിച്ചു വരിക തന്നെ ചെയ്യും എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നിങ്ങൾ അവരിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ ഒരു എനർജിയിൽ ഒരു ലെവലിൽ പോകാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ്. അതാണ് നമുക്കിവിടെ യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത്. സോഷ്യൽ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളെ കോൺഫിഡൻ്റ് ആക്കിയിട്ട് നിങ്ങൾ തന്നെ അത് ക്യാരി ചെയ്ത് ഷോക്കേസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അതായത് അവളാകട്ടെ അവനാകട്ടെ അവരുടെ ആബ്സെൻസിൽ പോലും നിങ്ങൾ സ്ട്രോങ് ആണ് എന്നൊരു റിയലൈസേഷൻ അവരിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക. അതൊരു ക്യൂരിയോസിറ്റി അവരിൽ സൃഷ്ടിക്കും. അതാണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പിന്നെ അവര് സംസാരിക്കാനായിട്ട് ഇനി അവർ ഈ ഒരു ബ്രേക്ക് എടുത്തതിന് ശേഷം വീണ്ടും സംസാരിക്കാനായിട്ട് നിങ്ങളിലേക്ക് വരുന്ന സമയത്ത് ഒരു ഷോർട്ടായിട്ടും വളരെ സത്യസന്ധമായിട്ടും കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പ്രൊവോക്ക് ചെയ്യുന്ന വാക്കുകൾ ഉപയോഗിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കാം. എനിക്ക് ഇങ്ങനെയൊക്കെ ഫീൽ ചെയ്തു എന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് അവരോട് പറയാനായിട്ടും ശ്രമിക്കാം. അപ്പോൾ നല്ല കോൺവെർസേഷൻ ആയിരിക്കണം, നല്ല രീതിയിലായിരിക്കാനായിട്ട് ശ്രമിക്കാം. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാമായിട്ടിരിക്കുക, അതുപോലെ സെൽഫ് റെസ്പെക്ട് നിലനിർത്തുക എന്നുള്ളതാണ്. ഇമോഷണലി അവരെ ചേസ് ചെയ്യുന്നതും ഒഴിവാക്കുക. നിങ്ങളുടെ ഒരു സൈലൻസും അതുപോലെ സ്റ്റെബിലിറ്റിയും അവരുടെ ഒരു കൺഫ്യൂഷൻ ക്ലിയർ ചെയ്യാനായിട്ട് സഹായിക്കുമെന്നാണ് യൂണിവേഴ്സിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു ഗൈഡൻസ് മെസ്സേജ് ആയിട്ട് നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് അവര് നിങ്ങളെക്കുറിച്ച് എന്തൊക്കെയാണ് ചിന്തിക്കുന്നതെന്ന് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഇപ്പോഴത്തെ അവരുടെ പ്രധാനമായിട്ടുള്ള ചിന്ത ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ഇനി മറന്നു പോകുമോ, അതായത് നിങ്ങൾ ഈ ഒരു പേഴ്സണെ മറന്നു പോകുമോ എന്നാണ് അവർ ചിന്തിക്കുന്നത്. അപ്പം നിങ്ങളെ മനസ്സിൽ ഇങ്ങനെ, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ഇപ്പോൾ ഒരു പുകമറയുടെ മറവിൽ നിങ്ങളെ നിർത്തിയിരിക്കുകയാണ്, എങ്കിലും നിങ്ങളോട് വളരെയധികം സ്നേഹവും റെസ്പെക്റ്റും ഫീലിങ്സും എല്ലാം ഉണ്ട് അവർക്ക്. അപ്പൊ നിങ്ങൾ ഇനി കുറച്ച് കഴിഞ്ഞാൽ അവരെ മറന്നു പോകുമോ എന്ന് ഈ വ്യക്തി ടെൻഷൻ അടിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളെ വിട്ട് കളയാനായിട്ട് അവർക്ക് കഴിയുന്നില്ല. അവർ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ടൈറ്റായി തന്നെ പിടിച്ചിരിക്കുന്നു, പുറത്തൊന്നും കാണിക്കാതെ ഉള്ളിലിങ്ങനെ അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഇതെന്നെ നിന്ന് കൈവിട്ട് പോകുമോ, എനിക്ക് കൺട്രോൾ നഷ്ടപ്പെടുമോ എന്നൊക്കെ ഒരു പേടി അവർക്കുണ്ട്. അതുപോലെ തന്നെ നിങ്ങളോടുള്ള ഫീലിങ്സിൽ തന്നെയാണ് അവരിപ്പോഴും ജീവിക്കുന്നത്. വളരെ റൊമാൻറ്റിക് ആയ ഫീലിങ്സ് ഇപ്പോഴും അവർക്കുണ്ട്. ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട്, അട്രാക്ഷൻ ഉണ്ട്, അതുപോലെ ഇമോഷണൽ പുള്ളിങ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അവർ പരമാവധി കൺട്രോൾ ചെയ്ത് പിടിക്കാനായിട്ട് ശ്രമിക്കുന്നു. ആ ഒരു ഇതിൽ തന്നെയാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഫീലിങ്സ് ഉണ്ട്, പക്ഷെ ഒരു ആക്ഷൻ എടുക്കാനായിട്ട് ഒരു കറേജ് ഇതുവരെ അവർക്ക് ആയിട്ടില്ല എന്നുള്ളതാണ്. അവർക്ക് തന്നെ തോന്നുന്നത് ഞാൻ ഇനി പിന്നോട്ട് പോയാൽ ആ ഒരു ഈഗോ ജയിക്കും, മുന്നോട്ട് വന്നാൽ നിങ്ങൾ ഹർട്ടാകുമോ എന്നുള്ളൊരു ചിന്ത. അതുകൊണ്ട് ഒരു നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നത് അവർക്ക് ജയിക്കാൻ വേണ്ടിയിട്ടല്ല, തോൽക്കുമോ അവർ തോറ്റു പോകുമോ എന്നുള്ളൊരു പേടിയിലാണെന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. രാത്രിയിൽ പോലും നിങ്ങളുടെ ഓർമ്മകളൊക്കെ അവർക്ക് വരുന്നുണ്ട്. പറയാതെ പോയ കുറേ വാക്കുകൾ അതൊക്കെ പറയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ ഇനി അവർ ഹർട്ട് ചെയ്തോ എന്നൊരു ഗിൽറ്റ് ഫീലിംഗ് ഒക്കെ അവർക്ക് തോന്നുന്നുണ്ട്. അപ്പൊ എന്നെ ഇപ്പോ ഈ ഒരു വ്യക്തി തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവുമോ, ഇപ്പൊ ഇനിയും ഞാൻ സംസാരിക്കാൻ വൈകിപ്പോയോ, സംസാരിക്കാനുള്ള സമയമായോ എന്നൊക്കെയുള്ള ചിന്തകളാണ് നിങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ അവരുടെ മനസ്സിൽ വരുന്നത്. അപ്പൊ അവരുടെ നിങ്ങളെ അവരെങ്ങനെ കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമോഷണലി വളരെ മെച്യൂർ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടും ജെന്യൂൻ ആയിട്ടും വളരെ കെയർ ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിട്ടും ഒക്കെയാണ് അവർ നിങ്ങളെ കാണുന്നത്. അപ്പൊ അവരെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി എന്ന ഒരു ഇമേജ് എപ്പോഴും നിങ്ങൾക്ക് അവർ തരുന്നുണ്ട്. നിങ്ങളോട് അടുത്ത ഇനി ഒരു ആക്ഷൻ എന്താണ് എടുക്കേണ്ടത് എന്ന് അവർ ചിന്തിക്കുമ്പോൾ നിങ്ങളോട് സംസാരിക്കണോ അല്ലെങ്കിൽ സൈലൻസ് തുടരണമോ എന്നൊക്കെ ഇവർ ചിന്തിക്കുന്നതായിട്ടും അതുപോലെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു മെന്റൽ സ്റ്റേജിൽ നിൽക്കുന്നതായിട്ടും കാണുന്നുണ്ട്. പിന്നെ ഡിസിഷൻ പെൻഡിങ് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് വരുന്നത്.
ഒരു വശത്ത് അവർക്ക് ഭയങ്കര പേടിയുണ്ട്, പക്ഷെ ഹൃദയത്തിൽ നിങ്ങളോടുള്ള വളരെയധികം സ്നേഹമുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വരാനായിട്ട് വെമ്പി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ അവർക്ക് നിങ്ങളോടുള്ള ഒരു ഇമേജ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ നഷ്ടപ്പെടുത്താൻ അവർ പേടിക്കുന്നുണ്ട്. അവർക്ക് വളരെയധികം ഫീലിങ്സ് നിങ്ങളോടുണ്ട്. ഇങ്ങനെ സംസാരിക്കാതിരുന്നതിൽ അവർക്കൊരു ഗിൽറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു കറേജ് കുറവാണ് എന്നുള്ളതാണ്. അവർക്ക് ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ നിങ്ങൾ കാമായിട്ട് ഒരു ഡിസ്റ്റൻസ് പാലിക്കുന്നത് കൊണ്ട് അവരുടെ ചിന്തകൾ കൂടുതൽ നിങ്ങളിലേക്ക് പതിയുന്നു എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ നിങ്ങൾ ചേസ് ചെയ്താൽ അവർ കൂടുതലായിട്ട് കൺഫ്യൂസ്ഡ് ആകും. നിങ്ങൾ സ്റ്റേബിളായി നിന്ന അവരാണ് നിങ്ങളിലേക്ക് ആ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് വളരെയധികം അവർക്ക് ചിന്ത വരികയും ചിന്തിച്ച് അവർ തന്നെ വരേണ്ടത് അവർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവർ ആ ഒരു സൈലൻസ് ബ്രേക്ക് ചെയ്ത് നിങ്ങളിലേക്ക് തിരികെ വരും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടി നമുക്കൊന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് ഇടുന്നത് സെൽഫ് എംപ്ലോയി, സ്വന്തമായിട്ട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. ഹെൽത്ത് ഇഷ്യൂസ്, ഈ ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ളൊരു സമയമായിരിക്കാം. 1992 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പെറ്റ് ലവേഴ്സ്, പെറ്റിനെയൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. നമ്പർ 4 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ജാനുവരി മന്ത് നമുക്ക് കിട്ടുന്നുണ്ട്. ഫുട്ബോൾ കളിയൊക്കെ കാണാൻ താല്പര്യമുള്ളവരോ അല്ലെങ്കിൽ കളിക്കാനൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ആളുകളൊക്കെ ആകാനുള്ള ചാൻസ് ഉണ്ട്. ഡാൻസ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഫിസിക്കൽ ഫിറ്റ്നസ്, ഓക്കെ, ക്രിക്കറ്റ് അതുപോലെ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്പർ 53, നമ്പർ 22, ബ്യൂട്ടിഫുൾ ഐസ്, കണ്ണുകൾക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടായിരിക്കാം. നിങ്ങളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണിൻ്റെയൊക്കെ കണ്ണുകൾക്ക് എന്തെങ്കിലും പ്രത്യേകതയുള്ള നല്ല ഭംഗിയുള്ള കണ്ണുകളാകാനുള്ള ചാൻസ് ഉണ്ട്. ക്രേസ് ഓൺ വെഹിക്കിൾസ്, വണ്ടികളോട് നല്ല ക്രേസുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. ഗവൺമെൻറ് സർവീസിൽ ഉള്ള ആളുകളായിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. ക്രേസി എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. മെസ്സി ഹെയർ സ്റ്റൈലൊക്കെ ഫോളോ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. നമ്പർ 48, നമ്പർ 22, 1992, നമ്പർ 38, ലെറ്റർ എ, നമ്പർ 1, ലോങ് നെയിലുള്ള വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ ലോങ് നെയിലിനോട് ഒത്തിരി ക്രേസുള്ള ആളുകളായിരിക്കാം. ടുഡേ എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1975 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. നെയിൽ പോളിഷിനോട് ക്രേസുള്ള ആളുകളാകാം. 1996 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1984, നമ്പർ 24, കൈൻഡ്നെസ് എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 2003 എന്ന് പറയുന്ന ഒരു വർഷമാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ 2004 കിട്ടുന്നുണ്ട്. നമ്പർ 36 കിട്ടുന്നുണ്ട്. നേച്ചർ, പ്രകൃതിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. ആർട്ടിസ്റ്റ് ആയിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്ലൂ നമുക്ക് കിട്ടുന്നത് നമ്പർ 23 ആണ്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്.